അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മൾബറി കൃഷിയെക്കുറിച്ചാണ് കേട്ടോ. ഒരുപാട് വലിയ രീതിയിൽ വളപ്രയോഗം ഒട്ടും തന്നെ വേണ്ടാത്ത ഒരു പ്ലാന്റാണ് മൾബറി ചെടി. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊല്ലം നന്നായിട്ട് കുല കൊത്തി മൾബറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു പ്ലാന്റ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീട്ടിൽ ഇക്കൊല്ലം മൾബറി നന്നായിട്ട് പൂത്തിട്ടുണ്ട്. വലിയ രീതിയിൽ വളപ്രയോഗം ഒട്ടും തന്നെ വേണ്ടാത്ത, അതുപോലെ തന്നെ ഒരുപാട് നനയൊന്നും വേണ്ടാത്ത, ഒരു ആവശ്യമില്ലാത്തൊരു കൃഷിയാണ് മൾബറി. മാത്രമല്ല അധികം കെയറും വേണ്ടാത്ത ഒരു പ്ലാന്റും കൂടിയാണ് മൾബറി. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് മൾബറി. നമുക്ക് നട്ടുപിടിപ്പിക്കാനും സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ഈ ചെടി ഒന്ന് വേണം. നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഈ ഫ്രൂട്ട് നന്നായിട്ട് ഇഷ്ടമാവും. മൾബറിയുടെ കമ്പ് വെച്ചിട്ടും തൈ വെച്ചിട്ടും നമുക്കിത് നട്ടുപിടിപ്പിക്കാം. മൾബറി കമ്പ് 30 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചിട്ട് 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം തൊട്ട് നമുക്ക് മൾബറി വിളവെടുത്ത് തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് നനയൊന്നും വേണ്ട, പ്രത്യേകം കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൈ നടുന്നതിന് മുമ്പായിട്ട് കുഴിയെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ കരിയില ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പെട്ടെന്നുണ്ടാകും. അതുപോലെ തന്നെ മൾബറി ചെടിയുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കധികം കെയറിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ജലാംശം വലിച്ചെടുക്കാനുള്ള കഴിവും ഈ പ്ലാന്റിനുണ്ട് കേട്ടോ. മൾബറി നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. ഇത് പഴുക്കുമ്പോൾ ഏകദേശം ചുവപ്പ് കളറിലാണ്, ഒരു റെഡ് കളറിലാണ് പഴുത്ത് വരുമ്പോൾ ഉണ്ടാവുക. നന്നായിട്ട് പഴുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ 2 മൾബറി പ്ലാന്റ് ആണ് ഉള്ളത്, വലുതാണ്. എന്നാൽ ഏകദേശം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് വീട്ടിൽ മൾബറി നട്ടിട്ട് ഒരുപാട് ഇലകൾ കുറേ ഉണ്ട്, നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്, ഒരുപാട് ചില്ലകൾ വന്നിട്ടുണ്ട്, പക്ഷേ കായ പിടിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കായ പിടിക്കാനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതായത് കട്ട് ചെയ്ത് കൊടുക്കണം. ചില്ലകളും ശാഖകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് ഉണ്ടാകുമ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് കായ പിടിക്കും. അപ്പോൾ മൾബറി ചെടി മുരടിച്ച് നിൽക്കുന്നവരെ വീട്ടിലുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് തന്നെ കായ പിടിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഫ്രൂട്ടും കിട്ടും കേട്ടോ. ഞാനിത് ടെറസിൽ നിന്നാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, കുറച്ച് നമ്മൾ പക്ഷികൾ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് നിലത്ത് വീണിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കണ്ടോ ഒരു കറ വന്നിട്ടുണ്ട്, കണ്ടോ മൾബറിയുടെ കറയാണ് കേട്ടോ. നമുക്ക് ജ്യൂസ് അടിച്ചിട്ടൊക്കെ പാൽ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാലൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ മറ്റ് കീടനാശിനികളോ ഒരുപാട് വളപ്രയോഗങ്ങളോ ഒന്നും ഇടാതെ നമുക്ക് പ്രകൃതി തന്നെ ഒരുപാട് ഫ്രൂട്ട് തരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും തന്നെ ഒരുപാട് നല്ല രീതിയിൽ ഇത് വർക്കൗട്ടാണ് കേട്ടോ. എന്താ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഒരുപാട് നമുക്കുണ്ടായിട്ടുണ്ട്. തൈകളും അവൈലബിളാണ് കേട്ടോ, നട്ടുപിടിപ്പിക്കാനും സിമ്പിളാണ്. അതുപോലെ തന്നെ മൾബറി ചെടിയിൽ കീടങ്ങൾ അധികം വന്നിട്ട് പണിയൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കമ്പ് ചീഞ്ഞു പോകുക, ഇലകൾ മുരടിക്കുക ഒന്നും അധികം ഇല്ല കേട്ടോ. നമ്മൾ കുറച്ചൊരു കെയർ കൊടുക്കണം. നട്ട് കഴിഞ്ഞ് ഫസ്റ്റത്തെ ഒരു ചെടി, പുതിയതായിട്ടുള്ള ഒരു മൾബറി ചെടി വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 ആഴ്ച ഒരു സംരക്ഷണം മാത്രം മതി. പിന്നീട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു മൾബറി ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് എല്ലുപൊടി ഉണ്ടാവുമല്ലോ, എല്ലുപൊടിയൊക്കെ വിതറി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റിൽ ഒരുപാട് ഫ്രൂട്ട് പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏത് കാലത്തും ഏത് സമയത്തും ഒരുപാട് പ്ലാന്റിന് ഇന്ന കാലത്ത് നട്ടാലേ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ഈ മൾബറി പ്ലാന്റിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഏത് മണ്ണിലും ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ധാരാളം ഈ മൾബറിയുടെ ഫ്രൂട്ടിൽ ധാരാളം പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധശേഷി കൂട്ടാൻ ഇത് കഴിക്കും. കാരണം ഇതിൽ ജീവക സി അടങ്ങിയിട്ടുണ്ട്, അതായത് വിറ്റമിൻ സി. അപ്പോൾ ഇത് പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ മൾബറിയുടെ ഫ്രൂട്ടിൽ 88% ജലാംശമാണ്. അതിൽ തന്നെ കലോറി ആയിട്ടുള്ളത് 60% കലോറി ഉണ്ട്. എന്നാലോ കൊഴുപ്പ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര ഉത്തമമാണ് ഈ ഫ്രൂട്ട് നിങ്ങൾക്കറിയാം. മാത്രമല്ല മൾബറിയുടെ ഫ്രൂട്ടിൽ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ എന്നിവയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണിത്.
അതുപോലെ തന്നെ മൾബറി കഴിക്കുന്നതിലൂടെ നമുക്ക് LDL കൊളസ്ട്രോളൊക്കെ കുറച്ച് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഒരു വലിയ പങ്ക് തന്നെ നമ്മുടെ മൾബറി പഴങ്ങൾ വഹിക്കുന്നുണ്ട്. ആളൊരു കുഞ്ഞനായിരുന്നെങ്കിലും ഒരുപാട് ഗുണങ്ങൾ ഈ ചെടിക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവ നന്നായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അരുണ രക്താണുക്കൾ ഇവ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മൾബറി പഴങ്ങൾക്ക് സാധിക്കും. നമുക്ക് ചെറുപ്പം തൊട്ട് നമുക്ക് ഒന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. ഒരുപാട് വായിലിട്ട് കഴിക്കുമ്പോൾ ഒരു വേറൊരു പുളിയോട് കൂടിയൊരു മധുരമാണ് കേട്ടോ അതിനുണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഇരുമ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിടർച്ച ഉണ്ടാവുന്നതിന് ഇത് തടയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമുക്ക് കുറച്ചൊരു മൾബറി പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. കാരണം ആ ഇരുമ്പിൻ്റെ അംശമാണ് കേട്ടോ ആ ഉന്മേഷത്തിന് കാരണം. അതുപോലെ തന്നെ മൾബറിയുടെ ഫ്രൂട്ട് മാത്രമല്ല കേട്ടോ ഇതിന് ഉപകാരമായിട്ടുള്ളത്. ഇതിൻ്റെ ഇലയിലും ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല തോരൻ വെച്ചിട്ടൊക്കെ കൂട്ടാൻ നല്ല അടിപൊളിയാണ് ചോറിനൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മൾബറി ഉണ്ടാക്കിയാൽ മൾബറിയുടെ ഫ്രൂട്ടും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഈ മൾബറിയുടെ പഴങ്ങൾ വെച്ചിട്ട് ജ്യൂസ് എടുക്കാറുണ്ട്. പാലും കൂട്ടി ജ്യൂസ് അടിക്കാറുണ്ട്. നല്ലൊരു ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതൊരു സ്ട്രോബെറി ജ്യൂസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മൾബറിയുടെ പഴത്തിൽ ഫ്ലവനോയിഡ് എന്നൊരു ഇത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പഴമാണ്, ചെറിയ കണ്ടാൽ ചെറിയൊരു ഫ്രൂട്ടാണ്, ഒട്ടനവധി ഗുണങ്ങളുണ്ട് അത്. അപ്പോൾ നമുക്കറിയാം രക്തക്കട്ട പിടിക്കുന്നത് തടയാൻ ഫ്ലവനോയിഡ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതത്തെ കുറയ്ക്കാൻ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖങ്ങളിൽ പെട്ടതാണ് ഹൃദയാഘാതം. ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പം അതിനൊക്കെ തടയാൻ ഈ ഒരു ഫ്രൂട്ടിന് പറ്റും എന്നാണ്, ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. കാരണം ഒരുപാട് ക്യാഷൊന്നും ആവില്ല. നമുക്ക് നഴ്സറികളായാലും നമുക്കിപ്പോൾ എവിടെയായാലും നമുക്ക് പ്ലാന്റ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ് തന്നെ പിടിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഒരുപാട് വർഷങ്ങളോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഫ്രൂട്ട് പിടിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൾബറിയുടെ ഫ്രൂട്ടിൽ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ നിങ്ങൾക്കറിയാം കാഴ്ചയ്ക്ക് ഒരുപാട് ഉത്തമമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടാൻ തന്നെ നമ്മുടെ മൾബറി പഴങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മൾബറി പഴങ്ങൾ ദിവസേന കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചക്ക് ഉത്തമമാണ് കേട്ടോ. ഇന്ന് പ്രായമായവർക്ക് മാത്രമല്ല, കുട്ടികളായാലും ക്ഷീണത്തിനും തളർച്ചയ്ക്കും എല്ലാത്തിനും നല്ല രീതിയിൽ നമുക്ക് ഈ ഫ്രൂട്ട് പറ്റും. ഒരുപാട് പേര് വീട്ടിലിത് ഉണ്ടാവും, ചിലരൊന്നും കഴിക്കുന്നുണ്ടാവില്ല. കാരണം ആർക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് ശേഖരിച്ച പഴങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഇനി ഒരുപാട് പറിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം പറിച്ച കുറച്ച് കിളികൾക്കും വേണ്ടേ, അവരും കുറച്ച് കഴിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു മരം നട്ടാൽ, മൾബറിയുടെ ഒരു തൈ നട്ടാൽ അത് ഒരുപാട് നീണ്ടു പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചില്ലകളൊക്കെ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി മുറിച്ച് കൊടുത്താൽ ഒരുപാട് കായകൾ പിടിക്കും. നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു മൾബറി കൃഷി തുടങ്ങാം. മൾബറി നട്ടുപിടിപ്പിക്കാനും ഒരുപാട് പേർക്ക് ഉത്തമമായിട്ടുള്ളൊരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ചൊക്കെ പറിച്ചെടുത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം മോള് താഴെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്തി. കാരണം ഏകദേശം എനിക്കിപ്പോൾ ഇത്ര മൾബറി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കയ്യിൽ കണ്ടോ, ഇതിൻ്റെ കളറാട്ടോ ഒരു കറ പോലെയാണ്. അത്രയും നാച്ചുറലായിട്ടുള്ള ഒരു കളറാണ് ഉള്ളത്. ഇനി താഴത്തും കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടി ഞാൻ ശേഖരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും തൈകൾ വേണ്ടവരുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്ലാന്റിൻ്റെ തൈ വേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യാം. എനിക്ക് ഇത്രത്തോളം ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടതിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു കുലകുലായിട്ട് പൂത്തുന്ന കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. നമുക്ക് ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിലും ആ മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ വേറൊരു ഭംഗിയാണ്. ചെറിയൊരു മുന്തിരിക്കൊല പോലെയാണ് ഇത്. നല്ല ബ്ലാക്ക് കളറിലാവുമ്പോഴാണ് ഇത് നന്നായിട്ട് പഴുക്കുക. ഒരു റെഡ് കളറിലാവുമ്പോൾ ചെറിയൊരു പുളിപ്പ് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ നല്ല ബ്ലാക്ക് കളറിലാവുമ്പോൾ നല്ല ഒരു മധുരമാണ്. ഒരു പുളിയൊന്നും ഇല്ലാത്ത നല്ലൊരു മധുരമാണ്. അപ്പം ധാരാളം ഈ പുളി വരുന്നതിന് കാരണം അതിൻ്റെ ഇരുമ്പിൻ്റെ സത്ത് അടങ്ങിയത് കൊണ്ടാണ് പുളി വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ജ്യൂസ് അടിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം
ഇത് ഇന്ന് ശേഖരിച്ച മൾബറി പഴങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഇനിയും പറിക്കാണ്ട്, ഞാൻ കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ട് പഴുത്തൊരു മൾബറി ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാണ്. ഇതിൻ്റെ കളർ നോക്കി, ഒരു കീടനാശിനി ഒന്നും തളിർക്കാതെ തന്നെ നാച്ചുറലായിട്ട് കിട്ടിയ കളറാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. എല്ലാവരും നട്ട് വളർത്തുക. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് വേറൊരു കൃഷി രീതികളായിട്ടും പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടും നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.